ചേടാ, ഇന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡല്ല കേട്ടോ, നമ്മുടെ തലമുടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫുഡാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ അപ്പുറത്തെ പറമ്പിൽ നിന്നും കട്ടൊടിച്ച കുറച്ച് കറിവേപ്പില, പിന്നെ ദേ കുറച്ച് പനിക്കൂർക്ക ഇടുന്നുണ്ട് കേട്ടോ, നീരൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടി. പിന്നെ തുളസി ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പറമ്പിൽ ധാരാളമായുള്ള കറ്റാർവാഴ, പിന്നെ പുറത്തുനിന്ന് വാങ്ങിയ സവാള, ഇഞ്ചി മുതലായവ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി, വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഇതിൻ്റെ കറ്റാർവാഴയുടെ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ച് കിട്ടും. അത് പേസ്റ്റ് ആക്കി എടുക്കുക. പിന്നെ ഞാൻ അങ്ങാടിക്കടയിൽ പോയി വാങ്ങിയ കരിഞ്ജീരകവും റോസ്മേരിയും ഉണ്ട്. പിന്നെ ഇവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്, എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നെങ്കിൽ ഈ സെയിം റെസിപ്പി വെളിച്ചെണ്ണ നോക്കിയാൽ മതി കേട്ടോ. എള്ളെണ്ണ മുടിക്ക് കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എള്ളെണ്ണയാകുമ്പോൾ കുറച്ചുകൂടെ തിക്നെസ്സും കാണും. ഒരു സ്മെല്ല് വേറെ വെളിച്ചെണ്ണ കാച്ചുന്ന പോലെ സ്മെല്ലല്ല കേട്ടോ, വേറൊരു സ്മെല്ലായിരിക്കും. കാരണം ഓൾറെഡി എള്ളെണ്ണയ്ക്കൊരു സ്മെല്ലുണ്ടല്ലോ. അപ്പം ഞാൻ ഈ എണ്ണ കാച്ചാനുണ്ടാകുന്ന ചേതോവികാരം എന്ന് പറയുന്നത് എൻ്റെ തലയിലെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകാം കേട്ടോ. കുറേ പേരോട് ഞാൻ ചോദിച്ചപ്പം ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട് കുഞ്ഞിന്, അപ്പോൾ അതുകൊണ്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അയണോ കാൽസ്യമോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നേ. ദേ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്കൂടെ റെസിപ്പി പറയാതിരിക്കേണ്ട. എള്ളെണ്ണ ഒഴിച്ചു, അതിനകത്തോട്ട് നമ്മൾ അരച്ച മിശ്രിതം ഇട്ടു, പിന്നെ ഉലുവ പൊടി ഇട്ട് കേട്ടോ. പിന്നെ അതേ കുറച്ച് റോസ്മേരി, കുറച്ചല്ല, ഞാൻ ആ മേടിച്ച ഒരു പാക്കറ്റ് റോസ്മേരി ഞാനിത് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കരിഞ്ജീരകം ഇടും. പിന്നെ പൊടി കൂടാതെ ഞാൻ മുഴുവൻ ഉലുവ കൂടി ഇതിനകത്തോട്ട് ഇടുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഇട്ട് ഇനി അങ്ങോട്ട് സ്ലോ കുക്ക് ചെയ്യുക കേട്ടോ. അതാണ് നമ്മുടെ ഇനി ചെയ്യേണ്ട പരിപാടി. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ മെയിനായിട്ട് കാരണം എന്ന് വെച്ചാൽ, ഞാൻ കാൽസ്യവും അയണും ഒന്നും എടുക്കാത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ ഒരുപാട് മുടി കൊഴിച്ചിലൊന്നും ഉള്ള ആളല്ല കേട്ടോ. മുടി ഒരുപാട് സ്പ്ലിറ്റൻസ് ഉണ്ട്, അത് എൻ്റെ അഹങ്കാരം കൊണ്ടാണ്. ഞാൻ ഒരുപാട് തവണ കളറൊക്കെ ചെയ്ത് മുടി ഫുള്ള് ഡാമേജ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് മുടി ഒന്ന് സംരക്ഷിക്കണമെന്നുള്ളൊരു ചേതോവികാരം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഞാൻ കുറേ കളർ ചെയ്ത ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പം ഇനിയുണ്ട് കളർ ചെയ്ത ഭാഗം, കാരണം ഉച്ചി മുതൽ താഴെ വരെ കളറാണ്. അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഉണ്ടാക്കിയത്. അതിനുശേഷം ഈ എണ്ണ വറ്റിച്ചെടുക്കുക കേട്ടോ. 1 മണിക്കൂറെങ്കിലും ഇത് സ്ലോ കുക്ക് ചെയ്ത് വറ്റിച്ചെടുത്ത്, ഇരുമ്പ് ചട്ടി ചീനിച്ചട്ടി നിങ്ങളുടെ കയ്യിലുണ്ട്, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ അതില്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് അടിച്ച് മാറ്റി അങ്ങ് തിരുവനന്തപുരത്ത് കൊണ്ടുവച്ചു കേട്ടോ. ഇപ്പോൾ അവിടെ ഇരുന്നത് പൂത്ത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കി, എന്നിട്ട് ഇത് സ്ലോ കുക്ക് ചെയ്ത് വറ്റിച്ചിട്ട് തലേന്ന് രാത്രി അടച്ച് വെച്ച്, ഇത് പിറ്റേ ദിവസം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ചണ്ടിയെല്ലാം എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് മാറ്റുക കേട്ടോ. എന്നിട്ട് ആ എണ്ണ സ്റ്റീൽ ചരുവത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ ഒഴിച്ച് നമുക്ക് മാറ്റി വെക്കാം. പിന്നീട് അടുത്തേന്ന് വെച്ചാൽ, പണ്ട് നമ്മുടെ അമ്മമാർ ചെയ്യുന്ന പ്രവൃത്തി, എണ്ണ കാച്ചി ചട്ടിയിലിട്ട് തല മുക്കിയെടുക്കുക. അപ്പോൾ ഇത് എൻ്റെ തല ഞാൻ പുരട്ടി എടുക്കുന്നുണ്ട്. ഇത് തേച്ചിട്ട് മാറ്റം ഉണ്ടോ എന്ന് വഴിയെ ഞാൻ അറിയിക്കാമേ. എന്തായാലും റെസിപ്പി ഇതാ,